നീ ബഹളം ഉണ്ടാക്കരുത്. ചേച്ചി ഉറങ്ങി. വത്സലേ, നിന്റെ കഴുത്തിൽ എന്ത് പറ്റി? എന്താ ചേച്ചി? എന്താ ഈ പാട്? ഞാൻ കണ്ടില്ല. ആരോ മാന്തിയതുപോലെ. അയ്യോ, അത് ചേച്ചി രാത്രിയിൽ ഉറങ്ങിയപ്പോ അറിയാതെ. ഇങ്ങനൊരു മാന്തുണ്ടോ? പിന്നെ ഞാനൊരു കാര്യം പറയാം. ബഷീർ നല്ലവനാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അവനും ഒരാണാ, അത് മറക്കണ്ട. ഞാൻ പോണു. നമ്മുടെ വത്സലയില്ലേ, അവൾക്ക് കൈ നോക്കാൻ അറിയാം. അതെയോ? ഞാനും കുറച്ച് പഠിച്ചു. സാറിന്റെ കൈ നോക്കി ഞാനൊന്ന് പറയട്ടെ. എന്താ സാർ ഇത്? ആരോ കടിച്ച പാടുപോലെ. ഉറക്കത്തിൽ വല്ലയിടത്തും മുട്ടിയതോ മറ്റോ? മുട്ടിയതൊന്നുമല്ല, ഇതാരോ കടിച്ചതാ. സുനന്ദേ, ഞാനൊന്ന് പറയട്ടെ? ഒന്നും പറയണ്ട. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. നാളെ സാർ ഓഫീസിൽ പോകണ്ട, നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ ചെന്നിരുന്നാ മതി. എനിക്ക് രാത്രി സമയം തരും, ഞാൻ അവളോട് സംസാരിക്കാം, അവളെ സമ്മതിപ്പിക്കാം, അവളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിടാം. ഈ വീട്ടിനുള്ളിൽ ഞാനൊരു ശവം ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോ ഈ 4 ഭിത്തിക്കുള്ളിൽ വെച്ച് സാറ് മറ്റൊരു കുട്ടിയുടെ മുഖത്ത് താല്പര്യത്തോടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിക്കുന്നതിൽ എന്താ അർത്ഥം? ചേച്ചി, എനിക്കൊരു കാര്യം ചേച്ചിയോട് പറയാനുണ്ട്. എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കണം. എനിക്കൊരു ജീവിതം ഉണ്ടാകണമെന്ന് കരുതിയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് എനിക്കത് വേണ്ട.
വത്സരെ, നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എനിക്ക് വേണ്ടിയല്ല, അദ്ദേഹത്തിന് വേണ്ടി. അദ്ദേഹം എന്തെങ്കിലും നിന്നോട് നിലവിട്ട് പെരുമാറിയെങ്കിൽ അതൊരിക്കലും അദ്ദേഹം ഒരു ചീത്ത മനുഷ്യനായതുകൊണ്ടല്ല. ഞാനൊരു ശവമായതുകൊണ്ടാ. നീ ഇവിടുന്ന് പോയിക്കോളൂ. പക്ഷെ പോയാലും നീ ആഗ്രഹിക്കുന്നൊരു ജീവിതം നിനക്കുണ്ടാവും. നീ ബഷീറിനെ കല്യാണം കഴിക്കണം. ഞാനത് നടത്തിത്തരാം. സാർ, എന്താ സാർ സാറിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഞാൻ രാവിലെ തൊട്ട് ശ്രദ്ധിക്കുകയാണ്. എന്റെ മുഖത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കണം. താങ്ക് യു സാർ. Shut up. ഞാൻ പോട്ടെ ചേച്ചി. പോകുന്നതിന് മുമ്പ് ഞാൻ സാറിനോടൊന്ന് പറയണ്ടേ? നിന്റെ ഇഷ്ടം. ചേച്ചി, അറിഞ്ഞോ അറിയാതെയോ എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സാർ, അച്ഛനും എന്നോട് പറഞ്ഞിരിക്കട്ടെ. ഇനി ആരോടും പറയാതിരിക്കുന്ന ബുദ്ധി. വെറുതെ പോലീസ്, പോസ്റ്റ്മോർട്ടം. ബഷീറേ, നിനക്ക് അവളെ ഇഷ്ടമായിരുന്നല്ലേ? അതെ സാർ. അവള് നല്ലവളായിരുന്നു. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. അതെ സാർ.
ബഷീർ. ഞാൻ നശിച്ചു. അല്ല, എന്നെ നശിപ്പിച്ചു. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ അയാളോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ബഷീർ ജീവിതം നശിപ്പിക്കും. അത് പാടില്ല. ഒന്ന് മാത്രം ഞാൻ പറയാം. ബഷീറുമായി കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ, അത് മാത്രമാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മിക്കാനുള്ളത്. ബഷീറിന് നന്മകൾ നേർന്നുകൊണ്ട് വത്സല. എന്താ? എനിക്കെന്തോ അവൾ മരിച്ചെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു കാരണവുമില്ലാതെ ഇത്ര പെട്ടെന്ന്. ആരും വ്യക്തമായ കാരണമൊന്നും പറയുന്നില്ല. ഇന്നലെ രാത്രി സഹിക്കാൻ വയ്യാത്ത തലവേദന ഉണ്ടായിരുന്നു എന്ന് അവിടെ അമ്മ പറയുന്നത്. ചിലപ്പോ തലച്ചോറിലെ രക്തസ്രാവം കൊണ്ടും ആകാം. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ആവശ്യമില്ലല്ലോ. നീ വെറുതെ അതിനെപ്പറ്റി ചിന്തിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. ഒരു പാവം പെണ്ണായിരുന്നു. ഇന്നലെ വരെ ഞാൻ ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്ന ഒരു വളർത്തുനായായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനതല്ല. ഞാൻ കൊല്ലും. എന്റെ വത്സലയുടെ മരണത്തിന് കാരണക്കാരനെ ഞാൻ കൊല്ലും. കത്തി വേണം. ഏത് ടൈപ്പാ? പാറക്കല്ലി കുത്തിയേക്കാണ്. അതിന് പറ്റിയ കത്തി. എന്താ ഒരു വല്ലായ്മ? രാവിലെ മുതൽ നീ മൗനവ്രതത്തിലാണല്ലോ. എന്തോ എനിക്ക് മനസ്സിലൊരു വല്ലാതെ. കൂടുതൽ പറയണ്ട, എനിക്കറിയാം. ഞാൻ ഇന്ന് പോകുന്നോണ്ട്. എന്തായാലും ഒരു രാത്രി അവിടെ ക്വാർട്ടേഴ്സിൽ താമസിച്ചേ പറ്റൂ. കണക്കുകളെല്ലാം കുഴഞ്ഞു കിടക്കുക. നാളെ അതിരാവിലെ ഓഡിറ്റോറിയം കാണണം. നാളെ ഉച്ചയ്ക്ക് ഇന്ന് രാത്രി എസ്റ്റേറ്റ് ബംഗ്ലാവിലെ ക്യാമ്പ്. സാർ, എനിക്കൊരു കുപ്പി വിസ്കി വാങ്ങിക്കണം. വിസ്കി ഒരു ബോട്ടിൽ കാറിലുണ്ട് സാർ. ആ ശരി. ഡേയ്, ജെയിംസിനെ കൂടെ വിളിക്കാം. ഒരു കൂട്ടിന്. ഒരു രാത്രി ഒറ്റയ്ക്ക് കഴിയാനുള്ളതല്ലേ. ജെയിംസ് സാർ ഇല്ല.
രാവിലെ പോയതാണ്. ഒരുപക്ഷെ ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ടാ പോയത്. ശരി, വണ്ടി വിട്. ബഷീറേ, ബഷീറേ, ഓ, ഒരു സോഡ എടുത്തോണ്ട് വാ. നീ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടിരുന്നു ഇല്ലേടേ? അവള് പാടുമായിരുന്നു ഇല്ലേടേ? അതെ സാർ. സാർ, അല്പം കൂടി ഒഴിക്കട്ടെ സാർ? ഇന്നെന്താടേ ഇങ്ങനെ? എന്നും കഴിക്കുമ്പോ മതി മതി എന്ന് പറയാൻ നീ ഇന്നെന്താടേ ഒഴിച്ചിരുന്നേ? അതുകൊണ്ടല്ല, സാറിന്റെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടെന്ന് എനിക്കറിയാം. വീട്ടിൽ നിന്നും ഇത്ര അകലെ, ഇന്നത്തേക്ക് താൽക്കാലികമായിട്ടൊരു ആശ്വാസം അതാവാം സാർ. സാർ, പുറത്ത് നല്ല മഞ്ഞുണ്ട്. ഇന്നത്തേക്ക് ഞാൻ അകത്തിടുന്നോട്ടെ? അതിനെന്താ? ബഷീർ, എന്താ സാർ? ഡേയ്, അവളൊരു നല്ല പെണ്ണായിരുന്നു അല്ലേ? അതെ സാർ. നിനക്ക് വിഷമമില്ലേ അവള് മരിച്ചിട്ട്? ഉണ്ട് സാർ. നിനക്ക് വേറൊരു സത്യം അറിയാമോ? അവള് ചുമ്മാതങ്ങ് മരിച്ചതല്ല, ആത്മഹത്യ ചെയ്താ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സാർ. അവള് മരിച്ചുപോയ സ്ഥിതിക്ക് സത്യാവസ്ഥ ആർക്കും അറിയില്ലല്ലോ. എനിക്ക് മതി, നമുക്ക് കിടക്കാം അവിടെ. സാറ് ഭക്ഷണം കഴിച്ചില്ല? എനിക്ക് വേണ്ട. ഇല്ല സാർ, എന്തെങ്കിലും കഴിക്കണം. ഇന്ന് സാർ അല്പം കഴിച്ചേ പറ്റൂ. എന്നെ ആരും പിടിക്കണ്ട, ഞാൻ നടന്നോളാം. ബഷീറേ, എന്നെ 5 മണിക്ക് വിളിക്കണം. വിളിക്കാം സാർ. ഹലോ, സുനന്ദയാണ്. എന്താ സുനന്ദേ? പുറപ്പെടുമ്പോഴേ പറഞ്ഞില്ലേ എന്റെ മനസ്സിനൊരു സുഖമില്ലെന്ന്. ഇന്നിങ്ങ് വന്നാട്ടെ, നാളെ രാവിലെ ഇവിടുന്ന് പോകാം. അത് എന്താ കാര്യം? എന്തോ എനിക്കൊരു പേടി. ഇവിടെ വരുമ്പോ ഞാൻ പറയാം. ശരി. കാല് ശരിയാക്കി വീട്ടിൽ പോണം. എന്താ സാർ? വീട്ടിൽ സുനന്ദയാ വിളിച്ചത്, എന്തെങ്കിലും കാര്യം കാണും. സാർ,
സാർ ഇന്ന് പതിവിലധികം കഴിച്ചിരിക്കുന്നു. ഇനി 2 മണിക്കൂർ യാത്ര ഈ രാത്രി വേണോ സാർ? ഞാൻ വേണേ കൊച്ചമ്മയെ വിളിച്ച് സംസാരിക്കാം. ഹലോ കൊച്ചമ്മയാ, ഞാൻ സാറിനെ കൊടുക്കാം. ഹലോ സുനന്ദയാ? ഹലോ ഹലോ, കട്ടാടേ. സാർ ഫോൺ ഡെഡായി സാർ. നമുക്ക് പോവാടേ. അതെന്തോ ദുശകനമാ സാർ. അത് നീ വരണ്ട, ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. നീ താമസം വിളി, ഞാൻ അവനെയും കൊണ്ട് പോയിക്കോളാം. ആ ഇവളിത് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തെന്ന് പറയുമ്പോഴാണ് ഞാൻ സംശയിക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞ വിഷമം തോന്നരുത്. എനിക്ക് സംശയം ഒരാളെ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ഡ്രൈവറെ. ബഷീറോ? ആ, എന്താ ബഷീറിന് പറ്റത്തില്ലേ? 5 നേരം നിസ്കരിക്കുന്ന കൊണ്ടും വീടി വലിക്കാത്തത് കൊണ്ടും കള്ളു കുടിക്കാത്തത് കൊണ്ടും ഒരുത്തൻ നല്ലവനാകണമെന്നില്ല. താൻ ഉറങ്ങുന്ന രാത്രികളിൽ തന്റെ വീടിനകത്തും കാറിനകത്തും റോമിയോ ജൂലിയറ്റ് നാടകം കളിക്കല്ലായിരുന്നോ? എങ്ങാനും വല്ല കൈപ്പഴയും പറ്റി കാണും, വിഷം കഴിച്ചും കാണും. ജെയിംസേ, എനിക്ക് കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യണമല്ലോ. അത് ശരി. അപ്പൊ എപ്പോഴാണ് നിങ്ങൾ പറ്റിച്ചത്? ഞാനോ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ ദയാദാക്ഷിണ്യം? ഇതങ്ങനൊന്നും അല്ല. ചുമ്മാ തിരിയെന്ന്. പണ്ട് കൊച്ചിക്കാരിൽ ലളിതയുടെ അച്ഛന് ചിക്കൻ പോക്സ് വന്നപ്പോ നിങ്ങൾ പെട്ട പാടെനിക്കറിയാം. പറയണം, എന്റെ മനസ്സിരിക്കും. വല്ലതും സംഭവിച്ചോ? അയ്യോ ജെയിംസ്, എന്തായി പറയുന്നത്? എനിക്കൊന്നും അറിയില്ല. അല്ലെങ്കിൽ വേണ്ട, വിട്ടേര്. ഞാൻ ചോദിച്ചില്ലെന്ന് വെച്ചാൽ മതി.